എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ വളരെ കുറേ ദിവസമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യണം എന്നുള്ളത്. നമ്മുടേത് ഒരു റിയാക്ഷൻ വീഡിയോയുടെ ചാനൽ തന്നെയാണ്. പക്ഷേ എന്നാലും എനിക്ക് ചിലപ്പോഴൊക്കെ ചില തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യാനായിട്ട് തോന്നാറുണ്ട്. ഞാൻ ചെയ്യാറുമുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ, എന്നെ സ്നേഹിക്കുന്ന എനിക്ക് കുറേ സഹോദരങ്ങളുണ്ട്, ഒരുപാട് സഹോദരങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു കുഞ്ഞ് സമ്മാനമായിട്ട് ഈ ഒരു വീഡിയോ കൂട്ടിയാൽ മതി. എന്തായിരിക്കും വീഡിയോ എന്നല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡൗട്ട്. അപ്പോൾ അത് ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ, ഹജ്റുൽ അസ്വദ് നിങ്ങൾക്കറിയാമല്ലോ എന്താണെന്ന്. എനിക്കാണെങ്കിൽ അതേക്കുറിച്ച് വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു ഏകദേശ രൂപമൊക്കെ അറിയാം. പക്ഷേ അതങ്ങനെ അറിയാമെന്ന് കരുതിയിട്ട് അങ്ങനെ അങ്ങ് പറയാൻ വേണ്ടിയിട്ടൊന്നും അറിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് വളരെയധികം ആഗ്രഹം തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ആ ഒരു വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറയുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ വരികയാണെങ്കിൽ എൻ്റെ എല്ലാ സഹോദരങ്ങളും ഒന്ന് ക്ഷമിക്കുക. എന്നോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ആർക്കും തോന്നരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഹജ്റുൽ അസ്വദിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ അറിവുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നെ കണക്ക് അറിയാതെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വരിക, കാണുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. മുസ്ലിങ്ങളുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായ മക്കയിലെ കഅബയുടെ ഒരു പുറം മൂലയിൽ സ്ഥാപിച്ച കല്ലാണ് ഹജ്റുൽ അസ്വദ്. കഅബയുടെ ആരംഭം മുതൽക്ക് കഅബയുടെ ഒരു മൂലയിൽ സൂക്ഷിച്ചു പോരുന്ന അതിപുരാതനമായ ഒരു കറുത്ത കല്ലാണ് ഹജ്റുൽ അസ്വദ്. മനുഷ്യൻ അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യ മന്ദിരം, അതിൻ്റെ തുടക്കം മുതൽ ഏകദൈവാരാധനയ്ക്ക് സാക്ഷ്യം വഹിച്ച ഒരു കല്ല് എന്നീ ചരിത്ര പ്രാധാന്യമാണ് ഇതിനുള്ളത്. മുഹമ്മദ് നബി കഅബ പ്രദക്ഷിണ സമയം ആരംഭം കുറിക്കാനായുള്ള അടയാളമായി അത് നിശ്ചയിക്കുകയും ചെയ്തു. അതിനെ ചുംബിക്കുകയോ തൊട്ടുമുത്തുകയോ അതിനും കഴിയാത്ത പക്ഷം കൈകൊണ്ട് അതിന് നേരെ ആംഗ്യം കാണിക്കുകയോ ചെയ്തുകൊണ്ടായിരിക്കണം തവാഫ് ആരംഭിക്കേണ്ടത്. അതിൽ കവിഞ്ഞ പ്രത്യേകതയോ ദിവ്യത്വമോ അതിന് സങ്കല്പിച്ചുകൂടാ. ഇനി നമുക്ക് അതിൻ്റെ ഒരു ചരിത്രം നോക്കാം. ആദം നബിയുടെ കാലത്ത് സ്വർഗത്തിൽ നിന്നും വീണതാണ് ഈ കല്ല് എന്നാണ് ഇസ്ലാമിക വിശ്വാസം. രണ്ടാം ഖലീഫ ഉമർ ഒരിക്കൽ കഅബ പ്രദക്ഷിണം ചെയ്യുന്ന സമയം ഹജ്റുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. കല്ലേ, നീ ഒരു കല്ല് മാത്രമാണ് എന്ന് എനിക്കറിയാം. നിനക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തരാനോ ഉപദ്രവത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താനോ കഴിയുകയില്ല. നബി, നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കുമായിരുന്നില്ല. ഇനി നമുക്ക് ഹജ്ജ് എന്താണെന്ന് നോക്കാം. ഹജ്ജ് എന്ന വാക്കാൽ വിവക്ഷിക്കാവുന്ന ഒന്നിലധികം കാര്യങ്ങളുണ്ട്. ഖുർആനും പ്രവാചകചര്യയും നിർദ്ദേശിച്ച മാതൃകയിൽ മുസ്ലിങ്ങൾ മതപരമായ അനുഷ്ഠാനമായി ദുൽഹജ്ജ് മാസം 8 മുതൽ 12 വരെ മക്കയിലേക്ക് നടത്തുന്ന തീർത്ഥാടനത്തെയും അതോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളെയുമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. വർഷം തോറും നടന്നു വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനമാണിത്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ 5ാമത്തേതായാണ് ഹജ്ജ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇസ്ലാം മത വിശ്വാസികളുടെ ഐക്യത്തിൻ്റെയും അല്ലാഹുവിനുള്ള കീഴ്പ്പെടലിൻ്റെയും പ്രതീകമായി ഹജ്ജ് കരുതപ്പെടുന്നു. കഅബ പണിത ഇബ്രാഹിം നബി, ഭാര്യ ഹാജറ, ഇവരുടെ മകൻ ഇസ്മായിൽ എന്നിവരുടെ ഓർമ്മകളും ഇവരുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുമാണ് ഹജ്ജിലെ കർമ്മങ്ങൾ. ഹജ്ജ് എന്ന അറബി പദത്തിന് ഉദ്ദേശിക്കുക എന്നാണ് അർത്ഥം.
ഹിജ്ജ് എന്നും ഭാഷാപ്രയോഗമുണ്ട്. ഹജ്ജ് ചെയ്തവരെ പൊതുവെ ഹാജി എന്നാണ് വിളിച്ചു വരുന്നത്. ഹജ്ജിൻ്റെ ചരിത്രം ഇബ്രാഹിം നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അല്ലാഹു ഇബ്രാഹിം നബിയോട് മക്കയിൽ കഅബ പുതുക്കി നിർമ്മിക്കാൻ നിർദ്ദേശിച്ചു എന്നാണ് വിശ്വാസം. അല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി മക്കയിലേക്ക് കുടുംബസമേതം യാത്ര പോയ സമയത്തായിരുന്നു ഈ നിർദ്ദേശം. ഇബ്രാഹിം നബിക്ക് കഅബയുടെ സ്ഥാനം സൗകര്യപ്പെടുത്തി കൊടുത്തുവെന്നും അതു പ്രദക്ഷിണം ചെയ്യുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും വേണ്ടി കഅബ ശുദ്ധമാക്കി വെക്കണമെന്നും ജനങ്ങൾക്കിടയിൽ തീർത്ഥാടനത്തെപ്പറ്റി വിളംബരം ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയതും ഖുർആനിലെ ഹജ്ജ് എന്ന അധ്യായത്തിലെ 26 മുതൽ 27 വരെയുള്ള സൂക്തങ്ങൾ പറയുന്നുണ്ട്. കഅബ നിർമ്മിച്ചത് ആദം നബിയാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും ആദം നബിക്ക് മുമ്പേ ആ കെട്ടിടം അവിടെയുണ്ടായിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. വാനലോകത്തെ ബൈത്തുൽ മഅമൂർ എന്ന കെട്ടിടത്തിൻ്റെ മാതൃകയിലാണ് അത് പണികഴിപ്പിക്കപ്പെട്ടതെന്നും വിശ്വസിക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി പാദസ്പർശമേറ്റ് മരുഭൂമിയിൽ നിന്നും പൊട്ടിവന്ന ഉറവയാണ് സംസം. ഈ നീരുറവയ്ക്കടുത്തായി മൈലുകളോളം മറ്റ് ജലാശയങ്ങളോ കിണറുകളോ ഇല്ല. ത്വവാഫിനു ശേഷം സംസം വെള്ളം കുടിക്കുന്നത് നബിചര്യയാണ്. ഹജ്ജ് കർമ്മത്തിന് വരുന്നവർ എല്ലാ കാര്യങ്ങളിലും ആശ്രയിക്കുന്നത് ഇതേ വെള്ളത്തെയാണ്. എല്ലാ ഹാജിമാരും ഈ വെള്ളം ശേഖരിച്ച് സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. വിമാനമാർഗം സൗജന്യമായി ഈ തീർത്ഥം കൊണ്ടുപോകാം. ചൂടാക്കുമ്പോൾ സംസം വെള്ളം നിറവ്യത്യാസം വരാറുണ്ട്. സംസം വെള്ളത്തെക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഅബയുടെ ആരംഭം മുതൽക്ക് തന്നെ കഅബയുടെ ഒരു മൂലയിൽ സൂക്ഷിച്ചു പോരുന്ന സ്വർഗീയമായ ഒരു കറുത്ത കല്ലാണ് ഹജറുൽ അസ്വദ്. ഓരോ ത്വവാഫിൻ്റെയും സമയത്തും ഹജറുൽ അസ്വദ് ചുംബിക്കലും അതിന് കഴിയാത്തവർ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ആ കൈ ചുംബിക്കുകയും ചെയ്യുന്നത് സുന്നത്താണെന്ന് അഥവാ പുണ്യമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ കല്ലാണ് ഹജറുൽ അസ്വദ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കപ്പെടുന്നു. ഈ കല്ലുമായി ബന്ധപ്പെട്ട് ഖലീഫ ഉമറിൻ്റെ വാചകങ്ങൾ ശ്രദ്ധേയമാണ്. കല്ലേ, നീ വെറുമൊരു കല്ലാണ്. എൻ്റെ പ്രവാചകൻ ചുംബിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മസ്ജിദാണ് സൗദി അറേബ്യയിലെ മക്കയിലുള്ള മസ്ജിദുൽ ഹറാം അഥവാ ഹറാം പള്ളി. 3.57 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഹറം പള്ളിയുടെ അകത്തും പുറത്തുമായി ഒരേ സമയം 40 ലക്ഷത്തോളം പേർക്ക് നിസ്കാരം നിർവഹിക്കാനുള്ള സൗകര്യമുണ്ട്. ഹറം പള്ളിയുടെ കേന്ദ്ര ബിന്ദു കഅബയാണ്. കഅബയുടെ പ്രദക്ഷിണ മുറ്റമാണ് ഹറാം പള്ളിയുടെ പ്രധാന ഭാഗം. മുസ്ലിങ്ങൾക്ക് സന്ദർശിക്കാൻ പുണ്യമുള്ള 3 പള്ളികളിൽ ഒന്നാണ് മസ്ജിദുൽ ഹറാം. പാലസ്തീനിലെ മസ്ജിദുൽ അഖ്സ, മദീനയിലെ മസ്ജിദുന്നബവി എന്നിവയാണ് മറ്റുള്ളവ. സൗദി അറേബ്യയിലെ മക്കയിൽ മസ്ജിദുൽ ഹറാമിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഘനചതുരാകൃതിയിലുള്ള കെട്ടിടമാണ് കഅബ. 40 അടി നീളവും 35 അടി വീതിയും 56 അടി ഉയരവുമുണ്ട് കഅബയ്ക്ക്. ഇതിൻ്റെ തെക്ക് ഭാഗത്ത് കിഴക്കേ മൂലയിലാണ് ഹജറുൽ അസ്വദ് എന്ന കറുത്ത ശില സ്ഥിതി ചെയ്യുന്നത്. ഇസ്ലാമികപരമായി ഏറ്റവും പവിത്രമായ സ്ഥലത്താണ് കഅബ. പ്രവാചകൻ ഇബ്രാഹിം നബിയും പുത്രൻ ഇസ്മായിലും അല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച ആദ്യത്തെ ആരാധനാലയം ആണിത്. മുസ്ലിം ദിവസേന നമസ്കാരം നടത്തുന്ന ദിശയായ ഖിബ്ല ഭൂമിയിൽ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കഅബയുടെ നേരെയുള്ളതാണ് ഹജ്ജ്, ഉംറ എന്നീ കർമ്മങ്ങൾ നിർവഹിക്കുന്നവർ കഅബയെ 7 തവണ പ്രദക്ഷിണം വലത്ത് നിന്ന് ഇടത്തോട്ടുള്ള ചുറ്റൽ നിർബന്ധമാണ്. മക്കയിലെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് കഅബ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 13.1 ഉയരവും
11.3 മീറ്റർ വീതിയുള്ള കഅബയുടെ തറ പൂർണ്ണമായും മാർബിളാണ്. ഉൾവശത്തെ ഉയരം 13 മീറ്ററും വീതി 9 മീറ്ററുമാണ്. തറനിരപ്പിൽ നിന്നും 2.2 മീറ്റർ ഉയരത്തിലാണ് പ്രവേശ കവാടം നിലകൊള്ളുന്നത്. മേൽക്കൂരയും സീലിംഗും നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലും തേക്കും ഉപയോഗിച്ചാണ്. കഅബയുടെ ഉള്ളിൽ 3 തൂണുകൾ ഉണ്ട്. ചുമരിലെ ഖുർആൻ വചനങ്ങൾ ഒഴിച്ചാൽ ഉൾവശം ശൂന്യമാണ്. ഹജറുൽ അസ്വദ് സ്വർണം കൊണ്ടുള്ള പ്രവേശന കവാടം, മഴവെള്ളം പോകാനുള്ള സ്വർണ്ണച്ചാൽ, കിസ്വ, മഖാമു ഇബ്രാഹിം, ഹാത്തിം എന്നീ കഅബയുടെ ഭാഗങ്ങളാണ്. മക്ക വിജയ ദിവസം പ്രവാചകൻ വിശ്വാസികളുമൊത്ത് കഅബ കഴുകി വൃത്തിയാക്കിയിരുന്നു. ഇതിൻ്റെ സ്മരണാർത്ഥം പിന്നീടുള്ള വർഷങ്ങളിൽ വിശ്വാസികൾ ഈ ചടങ്ങ് നിർവഹിച്ചു പോരുന്നു. ഇപ്പോൾ ഓരോ വർഷവും ശഅബാൻ, മുഹറം മാസങ്ങളിലായി 2 തവണ സംസം റോസ് വാട്ടറും കലർത്തിയ മിശ്രിതം ഉപയോഗിച്ചാണ് കഅബയുടെ ഉൾവശവും ചുമരും കഴുകുക. ഹറാം കാര്യാലയ മേധാവികൾ, മന്ത്രിമാർ, പണ്ഡിതന്മാർ, വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ, നേതാക്കൾ, നയതന്ത്രജ്ഞർ തുടങ്ങിയവർ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. ഇത് മറ്റൊരു രീതിയിലിട്ട ഒരു വീഡിയോ അല്ല. ഈ ഒരു വീഡിയോയെ ആരും ട്രോളാനൊന്നും നിൽക്കണ്ട. ഇതെൻ്റെ മനസ്സിൽ തോന്നി, വളരെയധികം സന്തോഷം തോന്നിയ എന്താണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഇട്ടതാണ് ഈ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലെ നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.